ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 7 ശ്ലോകം 4. മായായത്ര കഥാഭിനോ വിഗുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാധ്വസമുഖ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദझरीचयत्र പരമ ജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. അല്ലയോ സർവവ്യാപകനായ ഭഗവാൻ, 14 ലോകത്തിനും പുറത്തായി ശോഭിക്കുന്ന യാതൊരു ലോകത്തിൽ മായ ഒരിക്കലും ഭേദബുദ്ധിയെ ഉണ്ടാക്കുന്നില്ലയോ? ദുഃഖം, കോപം, മോഹം, ഭയം എന്നീ ഭാവങ്ങൾ അടുത്തുപോലും വരുന്നില്ലയോ? ശ്രേഷ്ഠമായ പ്രകാശത്തിന്റെ രൂപമായ യാതൊരു ലോകത്തിൽ സാന്ദ്രമായ ആനന്ദത്തിന്റെ ഒഴുക്കുണ്ടോ? ആ വിധത്തിലുള്ളതും ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തതും അങ്ങയുടെ സ്ഥാനമായിരിക്കുന്നതുമായ ആ വൈകുണ്ഠലോകം സർവോത്കൃഷ്ടമായി വർത്തിക്കുന്നു. മുൻപറഞ്ഞ 14 ലോകങ്ങൾക്കും പുറത്തായി വിരാജിക്കുന്ന വൈകുണ്ഠ ലോകത്തിൽ മായയാൽ ഉണ്ടാക്കപ്പെടുന്ന ഭേദബുദ്ധിക്കോ ദുഃഖം, കോപം, മോഹം, ഭയം എന്നീ ഭാവങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. അവിടെ എന്നും ആനന്ദത്തിന്റെ ധാരമുറിയാത്ത ഒഴുക്ക് തന്നെയാണ്. അപ്രകാരമുള്ള ആ ലോകം എന്നെന്നും വിജയിക്കുന്നു. അങ്ങനെ ഏറ്റവും മഹത്തരമായ ഭഗവാന്റെ ആ ലോകം, അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം, അല്ലേ? അപ്പൊ ആ ലോകത്ത് എത്തിച്ചേരാനും ഭഗവാനിലേക്ക് എത്താനും എല്ലാവർക്കും കഴിയട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.